ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കുന്നത് കൊക്കോ പൗഡർ ഇല്ലാതെയാണ്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാതെയും നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കൊക്കോ പൗഡറിന് പകരമായിട്ട് ചോക്ലേറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഒഴിക്കണം. അതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ എടുക്കാനായിട്ട്. ചൂടുള്ള പാൽ ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ആകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിലുള്ളത് കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പാച്ചിലയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നടുവ് പൊങ്ങാതെ ഇങ്ങനെ ലെവലായിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊരു 35 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം മെൽറ്റാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ബട്ടർ പേപ്പർ ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കേക്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഷുഗർ മിക്സ് ഒഴിക്കുന്ന സമയത്ത് കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തുന്നത്. പാലിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ക്രീം എല്ലായിടത്തും നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഇട്ട് കൊടുക്കാം.
ഗനാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. കേക്ക് പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴാണ്. കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കേക്ക് കാലിയാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.